ADGP RSS നേതാവിനെ കണ്ടതിൽ അതൃപ്തി പരസ്യമാക്കി CPM. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സന്ദർശനം CPM-വുമായി കൂട്ടിക്കെട്ടുണ്ടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്റെ സന്ദർശനം സർക്കാർ കാര്യമാണ്. CPI-ക്ക് മാത്രമല്ല തങ്ങൾക്കും ADGP-യുടെ നീക്കത്തിൽ അതൃപ്തിയുണ്ടെന്നും MV ഗോവിന്ദൻ. കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പോ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥം. കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ RSS നേതാവിനെ കണ്ടതിൽ CPM-ന് ഒരു പ്രശ്നമില്ലേ? അല്ല, ഞാൻ ഇപ്പൊ ആരെയാ കണ്ടുകൂടാത്? ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM-നെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. അതാണ് ഞാൻ അന്നും പറഞ്ഞത്. ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പണിക്ക് നമ്മളില്ല കേട്ടോ. സേനാംഗങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തെറ്റ് ചെയ്തവരോട് സർക്കാർ കോംപ്രമൈസ് ചെയ്യില്ല. മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും റിയാസ് പറഞ്ഞു. അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ ഒരു തരത്തിലും അവരെ കോംപ്രമൈസ് ചെയ്ത് നിർത്തില്ല. ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കും. ഇതാണ് സർക്കാരിന്റെ സമീപനം. ഇത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. പൊതുവെ കേരളത്തിലെ പോലീസിന് നല്ല അംഗീകാരത്തോടുകൂടി ക്രമസമാധാനം ഇവിടെ ഭദ്രമാണ്. വർഗീയ കലാപങ്ങൾ ഇവിടെ ഇല്ല. വർഗീയ കലാപങ്ങളുടെ ലാഞ്ചന പോലും ഉണ്ടാവാത്ത നിലയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടനെ ചാടി വീണത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിലുണ്ട്. RSS CPM ഡീൽ 100% ഉറപ്പാക്കിയ ശേഷമാണ് ADGP-യുടെ കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയതാണ്. ഇതുതന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിലും നടന്നതെന്നും സതീശൻ പറഞ്ഞു. ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം? ഒരു കാരണമില്ല. വേറൊരു കാരണമില്ല. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി കേരളത്തിലെ CPM-ന്റെയും BJP-യുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. അവർ പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ്. ഇവർ പറയുന്ന മതേതരത്വം, CPM പറയുന്ന മതേതരത്വത്തിന് ഒരു കാര്യമില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഈ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല. മൈനോറിറ്റി റൈറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ DGP-യെ അവിടെ വിട്ടത്. ഇത് തന്നെയാണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ ഇടപാടിലും ചെയ്തത്. സുരേന്ദ്രൻ പ്രതിയല്ല, സുരേന്ദ്രൻ രക്ഷപ്പെടുത്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമാണിവർ. ജനങ്ങളെ കബളിപ്പിക്കുക. ജനങ്ങളുടെ മുമ്പിലാണ് ഇവർ പരിഹാസ്യരായിട്ട് ഇവിടെ നിൽക്കുന്നത്. ADGP സ്വകാര്യമായി RSS നേതാക്കളെ കണ്ടത് ഗൗരവകരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. LDF-ഉം BJP-യും ജനങ്ങളെ പറ്റിക്കുകയാണെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാവരെയും എല്ലാ കാലത്തും ഒരുപോലെ പറ്റിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.